വെൽക്കം ടു ഷബീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം കേട്ടോ. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും സ്നേഹവും ഒക്കെ ഉണ്ടാവണേ. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന പെരി പെരി ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്കിന്നോട് കൂടിയ 1200 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് കൂടുതൽ സമയം നമ്മൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മളിനി ഇത് മസാലയൊക്കെ പുരട്ടി വെക്കുമ്പോൾ വീണ്ടും ഇതിൽ നിന്ന് കൂടുതൽ വെള്ളം ഇറങ്ങി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് അടിച്ച് പരത്തി എടുക്കുകയാണ്. ചിക്കൻ കൂടുതൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മാരിനേഷൻ എല്ലായിടത്തും പിടിക്കാനും ഗ്രില്ല് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടാനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഹാർഡായിട്ട് അടിക്കരുത്, മെല്ലെ അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ചിക്കനും ഒന്നിങ്ങനെ അടിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ കുറച്ച് കൂടുതൽ സമയം ഫ്രിഡ്ജിലേക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഇതൊരു 12 മണിക്ക് ഉച്ച സമയത്താണിത് ചെയ്തത്, രാത്രിയിലേക്കുള്ളത്. നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യുക. നേരത്തെ തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിന് കൂടുതൽ വേറെ പണിയൊന്നുമില്ല. നമ്മൾ ഈ മാരിനേഷൻ കഴിഞ്ഞാൽ പിന്നെ ഗ്രില്ല് ചെയ്യണ ഒരൊറ്റ പണിയുള്ളൂ. ചിക്കനിലേക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് മസാല പൊടിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നിറയെ വലിയ ജീരകം, 3/4 ടീസ്പൂൺ ചെറിയ ജീരകം, മുഴുവനത്തോട് കൂടിയ മല്ലി 1.5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ മണികളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 വറ്റൽമുളക്, 3-4 വറ്റൽമുളക് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ജീരകം വലിയ ജീരകമൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മളിത് ഫ്ലെയിം ഓഫായിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 ചെറിയ തക്കാളി, 1 സവാള ചെറുത് ഇങ്ങനെ ഈ രൂപത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളി 6 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, മല്ലിയില 1/2 കപ്പ്, 1/4 കപ്പ് പുതിനയില. ഇതെല്ലാം ഒന്ന് മിക്സിയിലേക്ക് ഇടാണ്. എന്നിട്ട് 1/4 കപ്പ് തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ തക്കാളിയുടെ ഒക്കെ മിക്സ് അതും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ 1 ചെറുനാരങ്ങ, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി ആണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്താ നിങ്ങളുടെ അടുത്തുള്ള വെച്ചാൽ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും മസാലയ്ക്ക് കുറച്ച് മുന്നോട്ട് നിൽക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ ചിക്കനിലൊക്കെ പിടിച്ച് വരുമ്പോൾ അത് പാകമായി കിട്ടും. എന്നിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണ്. 4-5 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്നാലേ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സോസ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാനിനി വൈകുന്നേരമാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 4-5 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ അടുത്ത് കുറവായതുകൊണ്ട് ടൊമാറ്റോ കെച്ചപ്പും കൂടി മിക്സാക്കിയിട്ടാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർത്തിട്ടുള്ളത്. ഇത് എരിവൊന്നും കൂടില്ല കേട്ടോ. കാണുമ്പോൾ നമുക്ക് പേടിയാവെങ്കിലും ഇട്ട് വരുമ്പോൾ വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ നിറയെ ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് സമയമൊന്നും ആക്കിയെടുക്കേണ്ട, അത് തിക്കായി പോകും കേട്ടോ. അത് ശ്രദ്ധിക്കുക. നേരത്തെ തന്നെ ഞാൻ ഹുബ്സിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. ചുട്ടിട്ട് നമ്മൾ കാസറോളിൽ തന്നെ വെച്ച് അടച്ച് വെക്കുക. അതിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹുബ്സ് കിട്ടും കേട്ടോ.
അങ്ങനെ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പൊങ്ങി വരാനൊക്കെ കുറച്ച് മടിയുണ്ടെങ്കിൽ ആ സ്പാച്ചില വെച്ചിട്ടൊന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എൻ്റെ എല്ലാ ഹുബ്സും നന്നായി പൊങ്ങി വന്നിരുന്നു കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന ഹുബ്സ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹുബ്സിനേക്കാൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചുട്ടിട്ട് ഞാൻ കാസറോളൊക്കെ മാറ്റി വെച്ച് ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പുറത്തേക്ക് വെക്കുകയാണ്. കുറച്ച് നേരത്തെ തന്നെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തണുപ്പൊക്കെ വിടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് ഇത് ഓവനിൽ വെച്ചിട്ടും അതുപോലെ തന്നെ സ്റ്റൗവിൽ വെച്ചിട്ടും രണ്ട് രീതിയിലും ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഓവനിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സ്റ്റാൻഡിൻ്റെ മുകളിൽ അലൂമിനിയം ഫോയിൽ നന്നായിട്ട് ടൈറ്റായിട്ട് 3 ലെയറായിട്ടാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ. 2 എണ്ണം പിന്നെ അതിൻ്റെ നടുക്കൊന്നും ചെയ്തിട്ടുണ്ട്, താഴോട്ട് ഊറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓവൻ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അവിടെ വൃത്തിയാക്കേണ്ടി വരും. എന്നിട്ട് നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ അതിൽ അലൂമിനിയം ഫോയിൽ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അങ്ങനെ ചിക്കനെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുത്തു. അതിൻ്റെ മേലെ മസാലയൊക്കെ ഒന്ന് കുറച്ചും കൂടി പുരട്ടി കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ പാനിൽ വളരെ കുറഞ്ഞ അളവിൽ ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ട് നേരിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിത് 250 ഡിഗ്രിയിലാണ് ചെയ്യുന്നത്, നല്ല ഫുൾ ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുക. നമ്മൾ നേരെ വെച്ച് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ താഴെ ഭാഗമാണ് വെക്കുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന സോസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഓവൻ അടച്ച് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഇത് മൊത്തം 50 മിനിറ്റ് ആയിട്ടുണ്ട്. 40 മിനിറ്റ് താഴെയും 10 മിനിറ്റ് മുകളിലായിട്ടാണ് ഗ്രില്ല് ചെയ്ത് എടുത്തത് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രില്ലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ബട്ടറും പെപ്പറും സോൾട്ടുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്തെടുക്കരുത്, ഇതൊരു ഹാഫ് കുക്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പെരി പെരി ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.